എങ്ങനെ ഉണ്ടായിരുന്നു ഈ കൊറോണ സമയത്ത് ഗൾഫ് ജീവിതം? ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് ഞാൻ എൻ്റെ രണ്ടാമത്തെ മോനെ അബുദാബിയായിരുന്നു, പ്രഗ്നൻ്റ് ആയിരുന്നു. മാർച്ച് 20 എൻ്റെ മോനെ പ്രസവിക്കുന്നത്. സോ കൊറോണ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പേ ലോക്ക്ഡൗൺ ഒക്കെ ആവുന്നതിന് മുമ്പേ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. എന്താ പേരിട്ടിരിക്കുന്നത്? മൂത്ത ആള് ക്രിസ്, രണ്ടാമത്തെ ആള് റെക്സ്. അതെ. കൊറോണ വന്ന സമയത്ത് ഡെലിവറി ആയതൊരു കൊറോണ എന്നിട്ടുണ്ട്. ഞങ്ങൾ ചിന്തിച്ചിരുന്നു, പക്ഷെ ഇട്ടില്ല. അപ്പൊ അച്ഛനും അമ്മയും വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൗൺ ആവുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്, ഇല്ലെങ്കിൽ പെട്ടുപോയേനെ ആ സമയത്ത്. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഒരു വീട്ടിൽ തന്നെ ഇരിക്കുന്ന കാരണം അത്ര ബോറടിയോ കാര്യങ്ങളോ, എല്ലാം പാചക പരീക്ഷണങ്ങളായിരുന്നു ആ സമയത്ത്. ഓരോ സാധനങ്ങൾ യൂട്യൂബ് നോക്കും, ഉണ്ടാക്കും. പക്ഷെ എനിക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, പ്രസവിച്ച് കിടക്കുന്ന കാരണം ഞാൻ റെസ്റ്റിലായിരുന്നു. ഏട്ടനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ പരീക്ഷണം. പക്ഷെ ആ സമയത്ത് നടന്നത് എൻ്റെ ഹസ്ബൻഡ് ജോബ് പോയി എന്നുള്ളതായിരുന്നു. പക്ഷെ അതും ആ ഒരു രീതിയിൽ കാണാൻ ഞങ്ങൾക്ക് പറ്റി. അത് മേ ബി നല്ലതിനായിരിക്കും. നാട്ടിൽ വന്നു, ഇതൊക്കെ ചെയ്യാൻ പറ്റി, കാനഡയിൽ പോകാൻ പറ്റി. സോ എസ്പെഷ്യലി ജോബൊക്കെ പോയപ്പോഴത്തേക്ക് തോന്നിയില്ലേ? കാരണം സോണിയക്ക് തോന്നിയില്ലേ? കാരണം നീ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യാൻ? ഇല്ല, കാരണം ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റും. ലൈക്ക് ഇപ്പൊ ചെറുതാണെങ്കിലും മേലെ ആണെങ്കിലും അതിനുള്ള കുഴപ്പമില്ല. അത് കഞ്ഞി കുടിച്ചാണെങ്കിലും ജീവിക്കാൻ ഹാപ്പിലി ജീവിക്കും. ആൾക്കാർ കഞ്ഞി ഇഷ്ടം. പിന്നെ ഈ പിറന്നാൾ ആഘോഷം ഒരു പ്രാവശ്യം ജോർജിയയിൽ വെച്ചായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഏട്ടൻ എത്തിഹാദ് എയർവേസിലായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ അല്ല, ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ്. 10% കൊടുത്താൽ മതി, അല്ലെങ്കിൽ 50% അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ചൊക്കെ കൺട്രീസ് പോയിട്ടുണ്ട്. എവിടെയൊക്കെ പോയി? ഏട്ടൻ കുറെ അറൌണ്ട് 40 കൺട്രീസ് പോയിട്ടുണ്ട്. കാരണം ക്രൂസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. പിന്നെ എയർവേസ് ഞാൻ പോയത് ഒരു 4-5 അത്രേ ഉള്ളൂ. കെന്യ, ജോർജിയ, വിയറ്റ്നാം, ബാങ്കോക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. ജോർജിയയിൽ പോയത് നമ്മൾ ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ടല്ല, ആ സമയത്തായിരുന്നു കുറച്ച് ലീവ് കിട്ടി, അപ്പോൾ പോയി, അത്രേ ഉള്ളൂ. പോയപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അപ്പോൾ ഏട്ടൻ എനിക്ക് സർപ്രൈസ് ആയിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാരാഗ്ലൈഡിങ്ങും പാരാസൈലിങ്ങും ഒക്കെ. അപ്പോൾ പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പാരാഗ്ലൈഡിങ്ങിന് എന്നെ ഇവിടെ നീ പോയി ചെയ്തോ എന്ന് പറഞ്ഞു. മോനും ഉണ്ട്, ചെറിയ മൂത്തയാളുണ്ട്. അവന് അത്ര വയസ്സേ ഉള്ളൂ, 6 മാസമോ 1 വയസ്സോ അങ്ങനെ ആവണമെന്ന്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഏട്ടൻ മോനെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പം ഇവർ ക്യാമറയൊക്കെ തരും നമ്മൾ മേലെ പോകുമ്പോൾ, ഇങ്ങനെ ക്യാമറ പിടിച്ച് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കയറി, അപ്പം എനിക്ക് പേടിയൊന്നുമില്ല, ബട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം അവർ ക്യാമറ തന്നു, എൻ്റെ കയ്യിൽ സെൽഫി സ്റ്റിക്കൊക്കെ തന്നിട്ട് പറഞ്ഞു ഷൂട്ട് ചെയ്തോളൂ. അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഹായ്, ഐ ലവ് യു എന്നൊക്കെ പറയണു. ഏട്ടനും മെസ്സേജ് അയക്കുന്നു. ലൈക്ക് വീഡിയോ കാണുമ്പോൾ അത് രസമല്ലേ, എനിക്ക് അയക്കുന്നു. എന്നിട്ടൊക്കെ കഴിഞ്ഞ് അവർ താഴെ എത്തി. അപ്പം ഞാൻ അവർ ക്യാമറ എന്തൊക്കെ പറയുന്നുണ്ട് അവരുടെ ഭാഷയിൽ, എനിക്കൊന്നും മനസ്സിലായില്ല, ഇംഗ്ലീഷല്ല, അവരുടെ ഏതോ ഭാഷയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്, എങ്ങനെയാണ് ഇത് കിട്ടുക? അപ്പോൾ പറഞ്ഞു യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്യും, നോക്കിയാൽ മതി, ഇന്നോ നാളെയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഞാൻ ഇന്ന് നോക്കുന്നു, നാളെ നോക്കുന്നു, മറ്റന്നാൾ നോക്കുന്നു, ഒന്നും വരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു സോറി, അവര് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അത് എല്ലാവരും ചോദിച്ചു. ഞാൻ ഏട്ടൻ മാത്രം എടുത്ത വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടപ്പോ എവിടെ വീഡിയോ എവിടെ? ഞാൻ പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ വരും. അപ്പൊ എല്ലാവരോടും ഞാൻ, പക്ഷെ ഈ കഥ ഞാൻ ഇപ്പോഴും ഇവിടെയാണ് പറയുന്നത്, ആരോടും റിവീൽ ചെയ്തിട്ടില്ല, ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. നാണം കെട്ടുപോയി. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ ചെയ്തതായിരുന്നു, അതങ്ങനെ ചീറ്റിപ്പോയി. നിങ്ങളുടെ ഹസ്ബൻഡ് മരണവെപ്രാളത്തിൽ സഹായത്തിനായി വിളിച്ചപ്പോൾ എന്താണ് സോണിയ ചെയ്തത്? ഒരു വലിയ ക്വസ്റ്റ്യനാണ് അത്. ഞങ്ങള് ഹണിമൂൺ മാൽദീവ്സിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ രാവിലെ ഒരു 6-6:30 ആകുമ്പോൾ കയാക്കിങ്ങിന് പോവുമായിരുന്നു. വേറെ ആരും ലൈഫ് ഗാർഡ്സ് ഒന്നും ഇല്ല ആ സമയത്ത്. അവർ 8 മണിക്കങ്ങാണ്ട് തുടങ്ങുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ആവേശത്തിൽ രാവിലെ പോയാൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു ലൈഫ് ഗാർഡ്സ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ ഓൺ റിസ്കിൽ പോകണം. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, നമ്മൾ പോവാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കയറി, ഞാനും ഏട്ടനും കയറി. കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും ഞാൻ തലയും കുത്തി വീണു. അത് കാരണം ഞാൻ പിന്നെ പോയില്ല. ഞാൻ കയറി നിന്ന് ഏട്ടൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ക്യാമറ ലോക്കറിലായിരുന്നു. അപ്പോൾ കാരണം ഞാനും കൂടെ കയറുമായിരുന്നല്ലോ, അപ്പോൾ ക്യാമറ കയ്യിൽ വെക്കാൻ വെള്ളം നനയും എന്നുള്ള കാരണം
അപ്പം ഏട്ടൻ പോയി. ഏട്ടൻ കുറച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ കുറച്ച് ദൂരെയായി. അപ്പം എന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കൈയൊക്കെ കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാനായിരിക്കും. ഇങ്ങനെ കൈ കാണിച്ചു, ഞാൻ ഇപ്പോൾ വരാം. പിന്നെയും കൈ കാണിക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കില്ല, കുറച്ച് ദൂരെ. അപ്പോൾ ഞാൻ ഇപ്പോൾ വരാം, ലോക്കറിൽ നിന്ന് എടുത്തിട്ട് വരാം. ഞാൻ ലോക്കറിൽ പോയി അത് എടുത്തിട്ട് വരുമ്പോഴാണ് ആക്ച്വലി ഏട്ടന് അങ്ങോട്ടേക്ക് ഈ വേവ്സ് അങ്ങോട്ട് ആയത് കാരണം തിരിച്ചു വരാൻ പറ്റുന്നില്ല. അപ്പം സേഫ്റ്റിക്ക് വേണ്ടി ഡേഞ്ചർ ആണ്, എന്നെ എങ്ങോട്ടേക്ക് അവരെ വിളിക്കൂന്നെങ്ങാനും പറഞ്ഞതാണ്. അപ്പം ഭാഗ്യത്തിന് അവിടെ ഒരു ഷിപ്പ് കെട്ടിയിട്ട് ഒരു കയറുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഏട്ടൻ അവിടെ പിടുത്തം കിട്ടിയിട്ട് അത് പിടിച്ചിട്ട് തിരിഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് ലോക്കറിൽ പോയി ഞാൻ ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. എന്നിട്ടാണ് തിരിഞ്ഞു വന്നിട്ട് പറയുന്നത്, നീ എന്ത് പണിയാ കാണിച്ചത്, ഞാൻ ചത്തു പോണ്ടതായിരുന്നു, ഞാൻ കൈയിട്ട് കാണിച്ചത്, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. പക്ഷെ ഇതൊക്കെ ഫോട്ടോ പറയാണ്, ഫോട്ടോ എടുക്കൂ ആ ബൈ ഒക്കെ പറഞ്ഞു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, ആ കയറ് കിട്ടിയ കാരണം. എന്താണ് അത് പറയാൻ കാര്യം? OPKV, OMKV, OCOP. ഞാനത് കേട്ടപ്പോഴേ അതെന്താണെന്ന് ഒരു വേർഡ് ബൈ വേർഡ് ആലോചിച്ച് വെച്ചിരുന്നു. അപ്പൊ കാണുമ്പോഴേ എന്താ ഓടടാ പോലീസെ കണ്ടം വഴി. എന്താണ് ഹോബി? എന്തെങ്കിലും കണ്ടിട്ട് കണ്ണാടി നോക്കി അഭിനയിക്കുന്നത് ഒരു ഹോബിയായിരുന്നു. ഇപ്പം കുറച്ചില്ല, പക്ഷെ അത് മെയിൻ ഹോബി ആയിരുന്നു. ഇല്ല, ഞാൻ തന്നെ ഡയലോഗ്, ആരും കാണരുത്. എന്നെ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെന്ന് അമ്മ കണ്ടുപിടിക്കുന്നത് അമ്മയ്ക്ക് അച്ഛനൊക്കെ പുറത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഞാൻ തന്നെ എന്തൊക്കെയോ അഭിനയിച്ചു. എക്സാമ്പിൾ എങ്ങനെയാണ്? ഇപ്പൊ വരൂല. ഇപ്പോഴത്തെ മെയിൻ ഹോബി മൊബൈൽ. അതെ, സീരീസ് കാണുക, സിനിമ കാണുക. പിന്നെ 2 കുട്ടികളുണ്ടല്ലോ, ഹോബിക്കുള്ളൊരു സമയമില്ല.